ചേട്ടാ പേസ്റ്റ് ഉണ്ടോ? പേസ്റ്റ് ഉണ്ട്. ബ്രഷോ? ബ്രഷും ഉണ്ട്. എങ്ങനെ വിലയൊക്കെ എങ്ങനെ? അത് 10 രൂപയുടെയാണ്. ബ്രഷിന് 30 രൂപ. തോർത്ത്? തോർത്തുണ്ട്, കാവ്യ കൊണ്ടുണ്ട്, തോർത്തുണ്ട്, സോപ്പുണ്ട്, ഷാമ്പൂ ഉണ്ട്. അത്യാവശ്യം അടിസ്ഥാനമായിട്ട് വേണ്ട എല്ലാം ഉണ്ടല്ലേ? അയ്യപ്പന്മാർക്ക് അത്യാവശ്യമായ കാര്യങ്ങളെല്ലാം, എരുമേലി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. അയ്യപ്പന്മാരെ ഉദ്ദേശിച്ചാൽ നമ്മൾ മെയിനായിട്ടും അയ്യപ്പന്മാരാണ്. പിന്നെ നാട്ടുകാർക്ക് വേണ്ട സാധനങ്ങളും ഉണ്ട്. എല്ലാം എങ്ങനെ വിലയൊക്കെ പുറത്തുള്ള വില തന്നെയാണോ അതോ? അല്ല, നമ്മൾ പുറത്ത് മറ്റു കടകളിലേക്കാളും ഒക്കെ കുറച്ചൊക്കെ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് വാടകയൊന്നും കൊടുക്കണ്ട. എന്താ ഇങ്ങനൊരു ആശയത്തിലേക്ക് വരാൻ കാരണം? കാരണമെന്ന് വെച്ചാൽ കഴിഞ്ഞ മഴക്കാലത്ത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വെച്ചാൽ എനിക്ക് പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ്, ഹൗസ് പെയിൻറ്റിംഗ് ആണ്. അപ്പം വർക്കുകളൊക്കെ കുറഞ്ഞപ്പോഴത്തേന് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നപ്പം സ്വയമായിട്ട് കണ്ടെത്തിയ ഒരു തൊഴിലാണ്. ഇതിപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു കാറിനകത്ത് വരുന്ന അയ്യപ്പ ഭക്തന് വേണ്ട സാധനം എല്ലാം ഉണ്ട്. അത്യാവശ്യ കാര്യങ്ങൾ അപ്പോൾ തീരുന്നതനുസരിച്ച് പിന്നെ റൊട്ടേഷൻ ചെയ്ത് കയറുക. അയ്യപ്പന്മാരുടെ കൂടെ വല്ല കുഞ്ഞുങ്ങളും വന്നാൽ അവർക്ക് കൊടുക്കാനുള്ള ഇത് കളിപ്പാട്ടങ്ങളുണ്ട്, പിന്നെ സെറ്ററുണ്ട്, തൊപ്പിയുണ്ട്. ഇതൊക്കെ കുഞ്ഞു പിള്ളേരെയൊക്കെ ഉദ്ദേശിച്ചാൽ, കന്യാസ്വാമിമാരെയൊക്കെ ഉദ്ദേശിച്ചാൽ. ചേട്ടാ ആ വണ്ടിക്ക് എന്താ ചേട്ടാ വില? അതിന് 150 രൂപയാണ് അതിൻ്റെ വില. 150? 150 തന്നെയാണോ? കുറയത്തൊന്നുമില്ലേ? 50 രൂപ കുറച്ചു. 50 രൂപ കുറച്ച്. ബിസിനസ് നടക്കട്ടെ. ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ടേ പൈസ? ഓക്കെ അല്ലേ? അപ്പം രഘുചേട്ടൻ ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ കൊണ്ടുപോകുന്നത് അയ്യപ്പ ഭക്തരെ ഉദ്ദേശിച്ചിട്ടാണ്. സീസൺ തുടങ്ങാൻ പോവുകയാണ്. എന്തായാലും എരുമേലിയിൽ നിന്നും ക്യാമറാമാൻ ജോബിൻ തേക്കടിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.